നേരത്തെ പറഞ്ഞ 12-ാം തീയതിക്ക് ശേഷമുള്ള നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനത്തിലൂടെ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ഉന്നം കൂടി വെച്ചു കേരളത്തിലാകെ 3 ജാഥകൾ, വാഹന പ്രചരണ ജാഥകൾ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ആ ജാഥ പരിപാടി നടക്കുക. ഫെബ്രുവരി 1 ഫെബ്രുവരി 1 മുതലാണ്. 3 മേഖലയായിട്ട് LDFന്റെ ജാതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം അതിന്റെ ഭാഗമാണ്. മതനിരപേക്ഷത എന്നുള്ളത് അതിന്റെ രാഷ്ട്രീയമായ മുദ്രാവാക്യമാണ്. മറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ, അതുപോലെ തന്നെ തൊഴിൽ ഉറപ്പ് പദ്ധതിയെ തകർക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ അതിൽ വരും. ഇതിനിടയിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരായി കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഈ വഞ്ചനാപരമായ സമീപനത്തെ എതിർത്തുകൊണ്ട് കേരളത്തിൽ എല്ലാവരുടെയും പിന്തുണയോടെ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട 2 പരിപാടി NREG വർക്കേഴ്സ് യൂണിയൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് 5-ാം തീയതി, ഈ വരുന്ന 5-ാം തീയതി കേരളത്തിലെ 23,000 വാർഡുകളിൽ, 23,000 വാർഡാണ് കേരളത്തിലുള്ളത്, അവിടെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന മേഖല. 23,000 വാർഡുകളിൽ 100 ആളുകൾ പങ്കെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി, അതിന്റെ പേര് അങ്ങനെയാണ് അവർ കൊടുത്തിട്ടുള്ളത്, തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി എന്ന നിലയിൽ 5-ാം തീയതി ആ പരിപാടി നടക്കാൻ പോകും. ജനുവരി 5. അതെല്ലാം പിന്നീട് തീരുമാനിച്ചിട്ടില്ല. 5-ാം തീയതി നടക്കുന്ന ആ പരിപാടിക്ക് ശേഷം അവിടെ ഒരു അസംബ്ലി ആയിട്ട് തന്നെ യോഗം ചേരും. എല്ലാ സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും പങ്കെടുക്കും, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. അവിടെ ഒരു ഉദ്ഘാടനം, ഒരു പ്രമേയമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കും. ഈ പരിപാടി തകർക്കുന്നതിനെതിരായിട്ട് രോഷപ്രകടനമായിരിക്കും അത്. അവിടെ ഈ അസംബ്ലിയിൽ നിന്ന് അവര് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായി രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യാനുള്ള പ്രഖ്യാപനം നടത്തും. അത് വരുന്ന 15-ാം തീയതി കേരളം കണ്ട ഏറ്റവും വലിയൊരു ജനകീയ മുന്നേറ്റം, 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമരം കേരളത്തിലുടനീളം എല്ലാ ജില്ലയിലും, ജില്ലാ കേന്ദ്രത്തിലെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന് മുമ്പിലും ഇവിടെ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിലും സംഘടിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചു. അത് ജനുവരി 15-ാം തീയതി. അപ്പോൾ ജനുവരി 15 ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ജനകീയ സമ്പർക്ക പരിപാടിയും 15 മുതൽ 22-ാം തീയതി വരെ, പിന്നീട് വ്യാപകമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള കുടുംബയോഗങ്ങൾ, ഒരു വാർഡിൽ ഒരു യോഗം എന്ന രീതിയിൽ കുടുംബയോഗം, വിശാലമായ അർത്ഥത്തിൽ കുടുംബയോഗങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചേരും, ജനങ്ങളോട് സംവേദിക്കും. ഒരു ലോക്കലിൽ ഒരു പൊതുയോഗം എന്ന രീതിയിൽ കേരളത്തിലെ മുഴുവൻ ലോക്കലുകളും 2,400-ലധികം വരുന്ന പൊതുയോഗങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടക്കും. വലിയ ഒരു രാഷ്ട്രീയ ആശയ പ്രചാരവേല ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കണമെന്നാണ് ഇപ്പോഴും പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഭരണത്തിൽ വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനങ്ങളെ അണിനിരത്തി അതിവിപുലമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായിട്ട് സംഘടിപ്പിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നിടത്ത് ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. വികസന കാര്യത്തിൽ യോജിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവേണ്ടുന്ന കാര്യമില്ല. എന്നാൽ അഴിമതിയും ജനവിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിച്ചാൽ അതിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വേണം. പ്രതികൂലമായ സാഹചര്യത്തിലും
LDF വേണ്ടി പ്രവർത്തിച്ച ആയിരക്കണക്കിന് ഞങ്ങളുടെ പ്രവർത്തകരെയും വോട്ടർമാരെയും ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുക കൂടിയാണ്. കേരളത്തിലെ അടിസ്ഥാന വർഗമായ ജനവിഭാഗങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉറച്ചു നിന്ന് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങളുടെ അടിത്തറ ഭദ്രമാക്കുന്നതിൽ അവരെല്ലാം കൂട്ടായി ശ്രമിച്ചു. അവരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യങ്ങളോടൊപ്പം നിന്നു എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് സ്മരിക്കുക കൂടി ചെയ്യുക. ഇതാണ്